എറണാകുളം ആലുവയിൽ 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയ്ക്ക് മാനസിക പ്രശ്നമില്ല എന്ന് പോലീസ്. ഭർത്തൃവീട്ടുകാരുടെ ഒറ്റപ്പെടുത്തലിലെ വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണം. കുഞ്ഞിനെ ഭർത്താവിന്റെ ഇളയ സഹോദരൻ പീഡിപ്പിച്ച കാര്യം യുവതിക്ക് അറിയില്ലായിരുന്നു. കുഞ്ഞിന്റെ അമ്മയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അതെയാ, ഇവിടെ നിന്ന് ഏത് ഭാഗത്തേക്ക് ഇങ്ങോട്ടാണ്? അകത്തിയാണോ അത് എങ്ങോട്ടാ? എങ്ങനെയാണ്? ഇവിടെ ഈ ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതിൽ തിരിച്ചു ഇത് കാണിച്ച് ഇവിടെയാണോ വന്നത്? എന്നിട്ട് എന്ത് ചെയ്തു? അതേസമയം കുഞ്ഞിനെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഗൗരവമേറിയ വെളിപ്പെടുത്തലാണ് അയൽവാസിയായ ബിജുവിൻ്റേത്. പ്രതിക്ക് കുട്ടികളുമായാണ് കൂടുതൽ ബന്ധമെന്നും സമപ്രായക്കാരുമായി സംസാരിച്ച് ജീവിതം മുന്നോട്ടു പോകണമെന്ന് പലതവണ താൻ പറഞ്ഞതായും ബിജു 24-നോട് പറഞ്ഞു. നല്ല അഭിപ്രായമായിരുന്നു. ഈ സംഭവം നടക്കണേപ്പാണ്ട് മുമ്പ് നല്ല അഭിപ്രായമായിരുന്നു. ഒരു മദ്യപിക്കില്ല, പുകവലിക്കില്ല. കൊച്ചിനെയും കൊണ്ട് പോയി പലഹാരം മേടിച്ച് പോകാൻ പോകണം. തിരിച്ചു വന്ന് കൊച്ചിനെ കൊണ്ട് വേണമെങ്കിൽ വേറെ വല്ല പുറത്തോട്ട് പോകാൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകും. പുള്ളി പുറത്തോട്ട് പോകാണെങ്കിൽ 90% കൊച്ചുണ്ടാവും. പണിക്ക് പോകുമ്പോൾ മാത്രമാണ് കൊച്ചില്ലാത്തുള്ളൂ. ബാക്കി എല്ലാം പോയി കഴിഞ്ഞാലും കൊച്ചുണ്ടാവാറുണ്ട്. അങ്ങനെ രഹസ്യമായ സ്ഥലത്തോട്ടൊന്നും പോകില്ല. പുള്ളി പോകുന്നത് ഈ വണ്ടി കൊണ്ട് പോയി താഴെ ഒരു റോഡുണ്ട്, അവിടെ പോയി കൊച്ചു ഒച്ചപ്പാണ്ടാകും. ഇവൻ വരുമ്പോഴത്തേക്കും സിംഗ വണ്ടി താഴെ പോകാമെന്ന് പറയും. അപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും, വീട്ടിൽ വരും. എന്നിട്ട് പിന്നെ കടയിൽ പോകാമെന്ന് പറയുമ്പോൾ കടയിലും പോകും. അല്ലാണ്ട് വേറെ അതിനകത്ത് ഈ വേറെ സ്ഥലത്തോട്ടൊന്നും പാടില്ല. അവൾക്ക് കൊച്ചിനെ സ്നേഹിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു, എടാ നിൻ്റെ ഈ ഓവറായിട്ടുള്ള എപ്പോഴും കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നത് ആ പരിപാടി നിർത്ത്. കാരണം അവർക്ക് ഇട്ട് കൊടുക്കുക. നീ എന്തിനാ? നീ കൊച്ചിനെ അവർ കഴിഞ്ഞിട്ട് നീ ഉള്ളൂ. നീ ഓവറായിട്ട് ഈ കൊച്ചിനെ സ്നേഹിക്കണ്ട. ഈ പലഹാരം മേടിക്കില്ല, വേറെ ഉള്ള മറ്റുള്ള രീതിയിലൊന്നും അവ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അന്നൊന്നും ആർക്കും സംശയമില്ല. നമ്മൾ സംശയിക്കുമല്ലോ, കാരണം കൊച്ചച്ഛനാ അതേപോലെ സ്നേഹമുണ്ട്. ഇവൻ എന്താ പറയുക, വേറെ ആരുമായിട്ട് കൂട്ടില്ല. ഈ പിള്ളേരായിട്ട് എന്നാൽ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരായിട്ട് കൂട്ടിവിടുക, അല്ലെങ്കിൽ നീ കൊച്ചു പിള്ളേരായിട്ട് മാത്രമാണ് കൂട്ടുള്ളൂ. പിള്ളേരായിട്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സംഘം പിള്ളേരുണ്ടായിരുന്നല്ലോ, ആ പിള്ളേരോട്ടല്ലേ ഭയങ്കര കമ്പനി. ആ പിള്ളേരോട് അങ്ങനെ ഇല്ല. എന്നാലും ഈ കൊച്ചെപ്പോഴും ഉണ്ട്. വേറെ പിള്ളേരോടൊക്കെ സ്നേഹം വിളിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറും ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്, പോലീസ് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നിഗമനങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. വിഷ്ണു, ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ടായിരുന്നു, ചില സംശയങ്ങൾ ബാക്കിയായിരുന്നു. അതിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്ന രീതിയിലേക്ക് പോലീസ് പോവുകയാണോ? ഈ പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ അവർക്ക് മാനസിക പ്രശ്നങ്ങളില്ല. പോലീസിന് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ലഭ്യമായിരിക്കുന്ന മൊഴിയൊക്കെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ അന്വേഷണ സംഘം? ഇനിയിപ്പോൾ ഈ പീഡനക്കേസിലുള്ള പിതാവിൻ്റെ സഹോദരനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം ഉണ്ടാകുന്നുണ്ട്. തുടർന്നുള്ള പോലീസിൻ്റെ നീക്കങ്ങൾ എങ്ങനെ, ഇപ്പോഴെത്തി നിൽക്കുന്ന നിഗമനങ്ങളെ എങ്ങനെ കാണണം വിഷ്ണു? വളരെ ശക്തമായി തന്നെ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. 2 കേസുകളായി അന്വേഷിക്കുന്നു, പോക്സോ കേസും മർഡർ കേസും. മർഡർ കേസ് ചെങ്ങമനാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രതിയുമായി തെളിവെടുപ്പടക്കം നടത്തിയിരുന്നു. ഈ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നത്. അവരുടെ ബന്ധുക്കളടക്കം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യൽ അമ്മയ്ക്ക് അങ്ങനെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. അവർക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ കുഞ്ഞിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ്. കുഞ്ഞിനെ തനിക്ക് സ്നേഹിക്കാൻ കിട്ടുന്നില്ല. തൻ്റെ ഭർത്തൃവീട്ടുകാർ കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ആ കുടുംബത്തിൽ അപ്പാടെ ഒറ്റപ്പെടുത്തുകയാണ്. തനിക്ക് മാനസിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന തരത്തിലുള്ള ഒരു പ്രചരണമൊക്കെ നടത്തി തന്നെ ആ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള വൈരാഗ്യമാണ് കുഞ്ഞിൻ്റെ പുറത്ത് തീർത്തത്. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാര്യവും ഈ കുടുംബത്തോടുള്ള വൈരാഗ്യം തന്നെയാണ്. ആ ഒറ്റപ്പെടലിൽ നിന്നും രൂപപ്പെട്ടൊരു വൈരാഗ്യമാണ്. ആ പശ്ചാത്തലത്തിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നില്ല. അന്ന് അവിടുന്ന് ബസ് കയറി വരുന്ന ഘട്ടത്തിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്തതെന്നാണ് നിലവിൽ ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. ഏറെക്കുറെ പോലീസ് ആ മൊഴി വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പീഡന വിവരം പോലീസാണ് ഇവരെ അറിയിച്ചത്. അവർ വളരെ നിസ്സംഗഭാവം പുലർത്തിയെന്നാണ് മനസ്സിലാവുന്നത്. അതായത് മുൻപ് ഈ വിഷയം അറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ റിയാക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു റിയാക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് വന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ പ്രതി, അതായത് ഈ പോക്സോ കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അയാളോട് ഇക്കാര്യങ്ങൾ ചോദിക്കണം. മറ്റേതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ
വിവരങ്ങൾ ആർക്കെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ, ആരോടെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതിൽ മാത്രമാണ് ഈ കേസിൽ ആർക്കെങ്കിലും കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയും അവരെ പ്രതി ചേർക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ പോകുക. നിലവിൽ സ്വാഭാവികമായി വരുന്നൊരു സംശയം 2.5 വയസ്സുള്ള പെൺകുട്ടിയാണ്. 1.5 വർഷം ഇയാൾ ഇത്തരത്തിൽ നിരന്തരം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ആരോടെങ്കിലും പറയാനുള്ളൊരു സാധ്യതയുമുണ്ട്. അത് കൂടുതൽ ക്ലാരിഫൈ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഈ പരിസരവാസികളുടെയും ഇവരുടെ ബന്ധുക്കളുടെയും ഒക്കെ മൊഴി ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു വരികയാണ്. അതിലൊരു ഫൈനലിലേക്ക് പോകുക ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയേ മറ്റാർക്കെങ്കിലും ഇതിൽ ഈ അറിവുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എത്തുകയുള്ളൂ. 5 ദിവസത്തേക്കാണ് നിലവിൽ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത്. അമ്മയുടെ തെളിവെടുപ്പ് അടക്കം ഇന്ന് നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് ശ്യാംകുമാർ നൽകുമെന്ന് മനസ്സിലാക്കുന്നു. ടിക്ക്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ പീഡന വിവരം കുടുംബത്തിലെ തന്നെ മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ, അവരത് മറച്ചു വെച്ചോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത തേടാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവുകയാണ്. ഈ പോക്സോ കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട് അയാളുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് ഈ അയൽവാസിയായ ബിജുവിൻ്റെ വെളിപ്പെടുത്തൽ. എസ് ശ്യാംകുമാർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. ശ്യാം, എന്താണ് ഈ അയൽവാസി പറയുന്നത്? അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതം. പോലീസ് അതിൻ്റെ മറ്റു വശങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഈ അയൽവാസിയുടെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് ഒടുവിലായി മനസ്സിലാവുന്നത് ശ്യാം? റിജിത്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പോക്സോ കേസിലെ പ്രതിയുടെ സ്വഭാവത്തെക്കുറിച്ചും അയാൾക്ക് കുട്ടികളോടുള്ള അമിത സ്നേഹത്തെക്കുറിച്ചുമൊക്കെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്ന വാർത്ത നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടിരുന്നു. അതേ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന വിവരങ്ങളാണ് അയൽവാസിയായ ബിജുവും പങ്കുവച്ചത്. കുട്ടികളുമായി മാത്രമാണ് ഇയാൾ കൂടുതൽ അടുത്തിരുന്നത്. കുട്ടികളെയാണ് കൂടുതൽ സൗഹൃദം കാട്ടിയിരുന്നത്. അവർക്ക് സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിനും മറ്റുമൊക്കെ ഇയാൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട പെൺകുട്ടിയുമായി ഇയാൾ ഉണ്ടായിരുന്ന ബന്ധം, അത് പലപ്പോഴും ബിജു പറഞ്ഞ പോലെ അയൽവാസികൾ ഉൾപ്പെടെ ആ കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കൂ, നീ കൂടുതൽ ആ കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോലും എത്തിയിരുന്നു. ഇതേ ഇഷ്ടം മറ്റു കുട്ടികളോടും ഇയാൾ കാണിച്ചിരുന്നത് അത് ഒരു പോസിറ്റീവായിട്ടാണ് ആദ്യം ആളുകൾ കരുതിയിരുന്നത്. പക്ഷേ ഈ 4 വയസ്സുകാരി കുഞ്ഞിൻ്റെ കൊലപാതകം നടന്ന ശേഷം ആ കുട്ടിയെ ലൈംഗികമായി ഈ പ്രതി ഉപയോഗിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നതോടെ ഇയാൾക്കെതിരായിട്ട് ജനരോഷം ഉണ്ടാകുകയാണ്. ഇയാളുമായിട്ട് അടുത്ത് നിന്നത് ഒന്നിലധികം കുട്ടികളാണ്. അത്തരം കുട്ടികളോടും ഇനി സംസാരിക്കണമെന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇന്നോ നാളെയോ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. കോലഞ്ചേരി കോടതിയിലാകും അപേക്ഷ സമർപ്പിക്കുക. തിങ്കളാഴ്ച ഓപ്പൺ കോർട്ടിൽ ആ പോലീസിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചാൽ പിന്നീട് പ്രതിയെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ഉൾപ്പെടെ ചെയ്യും. ഇന്നലെ പ്രതി നൽകിയൊരു മൊഴി ഇങ്ങനെയായിരുന്നു. അത് ഈ വിവരം കുഞ്ഞ് അമ്മയോട് പറഞ്ഞതായി തന്നോട് പറഞ്ഞു. അമ്മ തന്നോട് വന്ന് ദേഷ്യപ്പെട്ടു എന്നുള്ളതാണ്. നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കഴിഞ്ഞ 1.5 വർഷമായി ഈ പ്രതി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ആദ്യം അറിയുക എന്തായാലും ആ കുട്ടിയുടെ അമ്മയ്ക്കാകും. കാരണം ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്തെങ്കിലും അത് അറിയും. അതുതന്നെയാണ് പോലീസും പറയുന്നത്. കാരണം ഈ വിവരം അമ്മ അറിഞ്ഞില്ല എന്നുള്ളത് വിശ്വസിക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് തയ്യാറെടുക്കുന്നത്. കുട്ടി ഈ വിവരം അമ്മയോട് പറഞ്ഞില്ല എന്നുള്ളതും പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ഏതായാലും ഇതിൽ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം അയാൾ നൽകിയ മൊഴിയും നിലവിലെ ചോദ്യം ചെയ്യലിൽ ആ രണ്ടാമത്തെ കൊലപാതകം നടത്തിയ കുട്ടിയുടെ അമ്മ എന്ന സ്ത്രീ നൽകിയ മൊഴിയും പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും ഈ 2 മൊഴികളും പരിശോധിച്ച ശേഷമായിരിക്കും തുടരന്വേഷണത്തിലേക്കും കൂടുതൽ വിവരങ്ങളിലേക്കും പോലീസ് കടക്കുക. ശരി, 5 ദിവസം പോലീസ് കസ്റ്റഡിയിലാണ് അമ്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തേടുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു നീക്കം. മറ്റൊന്ന്, പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അതിനുശേഷം അമ്മയെയും ഈ പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും.